നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ എസ് ശ്രീകാന്ത്. ഇന്ന് ധാരാളം വാർത്തകളുള്ള ദിവസമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ബജറ്റായിരുന്നു കേരളത്തിലെ ബജറ്റ് വാർത്തകളിൽ കൂടുതൽ ശ്രദ്ധിച്ചതിനാൽ ഇന്നലെ നേഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം വാർത്തകളുണ്ട്. വളരെ വേഗം ദേശീയതലത്തിലെ വാർത്തകൾ, വിശകലനങ്ങൾ നമുക്ക് വേഗം പറഞ്ഞു പോകാം. ഇപ്പോൾ നമ്മുടെ ഡൽഹി റിപ്പോർട്ടർ നന്ദഗോപൻ ചില വാർത്തകൾ ഇടുന്നുണ്ട്. അത് വേഗം ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ നേഷൻ ഫസ്റ്റിലേക്ക് കടക്കാം. തലസ്ഥാന നഗരിയിൽ, അതായത് ഡൽഹി നിവാസികൾക്ക് വേണ്ടിയുള്ള വാർത്തയാണ്. ഡൽഹി തലസ്ഥാന നഗരിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഡൽഹിയിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് നന്ദഗോപൻ ഇപ്പോൾ വാർത്തയിലൂടെ അറിയിക്കുന്നത്. അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ഒട്ടനവധി വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമ ബംഗാളിൽ വരുന്നുണ്ട്. ഹൂഗ്ലിയിൽ വിപുലമായ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിടും എന്നൊരു വാർത്ത കൂടി നന്ദഗോപൻ നൽകുന്നു. മറ്റൊരു വാർത്ത, PM കിസാൻ നിധി സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും എന്നുള്ളതാണ്. എല്ലാ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ഉണ്ടാകും എന്നുള്ളതും ഇപ്പോൾ നന്ദഗോപൻ നമുക്കായി എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ നേഷൻ ഫസ്റ്റിന്റെ മറ്റ് വാർത്തകളിലേക്ക്, സുപ്രധാനമായ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് നേഷൻ ഫസ്റ്റിൽ ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന വാർത്ത നീറ്റുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നീറ്റുമായി ബന്ധപ്പെട്ട നേരത്തെ അനവധി വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു രാജ്യത്താകമാനം. ഇപ്പോൾ ആ വിവാദങ്ങൾക്കൊടുവിൽ നാളെ നീറ്റ് എക്സാം നടക്കാൻ പോവുകയാണ്. ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ ഉണ്ടായിരിക്കും എന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ. അതായത് ഇന്ന് ജൂൺ 21 നടക്കുന്ന, അതായത് നാളെ നടക്കുന്ന പരീക്ഷയോടനുബന്ധിച്ചുള്ള രാജ്യവ്യാപക മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന മോക്ക് ഡ്രില്ല് വൈകിട്ട് വരെ നീണ്ടു നിൽക്കും എന്നും വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തുടനീളമുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിലായി 2.5 ലക്ഷത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ സുരക്ഷാ പരിശീലനത്തിൽ അഥവാ മോക്ക് ഡ്രില്ലിൽ പങ്കാളികളാകും എന്ന വാർത്തയും ഇതോടൊപ്പം നമുക്ക് നൽകാനുണ്ട്. ഏജൻസികൾ തമ്മിലുള്ള ഏകോപനവും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഫലപ്രാപ്തിയും വിലയിരുത്തുകയാണ് ലക്ഷ്യം എന്നും ഈ കൃത്യമായ വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കും. അതായത് പഴുതടച്ച രീതിയിൽ നീറ്റ് പരീക്ഷ നടത്താൻ കേന്ദ്ര സർക്കാർ സർവ്വസന്നാഹങ്ങളും തയ്യാറെടുത്തു കഴിഞ്ഞു. ഇപ്പോഴിതാ അതിന്റെ മോക്ക് ഡ്രില്ല് ഇന്ന് നടക്കാനും പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ കേരളത്തിൽ ഉടലെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. അതായത് SFIയും അതോടൊപ്പം മുസ്ലിം ലീഗും ഒപ്പം തന്നെ മുസ്ലിം സംഘടനകൾ ചിലരും അതിനെ അതിശക്തമായി എതിർക്കുന്നുണ്ട്. ഏറ്റവും അധികം എതിർപ്പ് അതിൽ പുറത്ത് പറയുന്നത് SFI ആണ്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് SFI അതിശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, അവരുടെ സർക്കാരിന്റെ കാലത്താണ് ഇത് ഒപ്പിട്ടത് എന്നത് മറച്ചു വെച്ചുകൊണ്ടാണ് SFIയുടെ ഭാഗത്തുനിന്നും ഈ ഒരു നീക്കം നടക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിലെ ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ഈ ഘട്ടത്തിൽ നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ ജനം TV ഈ NEP ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ NEPയുമായി ബന്ധപ്പെട്ട് SFIയുടെ ഇരട്ടത്താപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്ന SFIയുടെ ദേശീയ പ്രസിഡന്റ്, നാഷണൽ പ്രസിഡന്റ് പഠിക്കുന്നത് NEP പ്രാബല്യത്തിൽ വരുത്തിയ ഉത്തർപ്രദേശിലെ കോളേജിലാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഗ്രേറ്റർ നോയിഡയിലെ ജൻഹിത് ലോ കോളേജിൽ ആണ് SFI ദേശീയ പ്രസിഡന്റ് ആദർശ M സജി പഠിക്കുന്നത് എന്നതാണ് നമുക്ക് ജനം TVക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റി കീഴിലെ കോളേജിൽ NEP ദേശീയ വിദ്യാഭ്യാസ നയം 100% നടപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിൽ
ഈ NEP നടപ്പാക്കുന്നതിനെ എതിർക്കുന്ന SFIയുടെ ദേശീയ പ്രസിഡന്റ് അവരേറ്റവും കൂടുതൽ എതിർക്കുന്ന ഉത്തർപ്രദേശിൽ, അവിടെ ചാണകം സംഘി സർക്കാർ എന്നൊക്കെയാണ് SFI ആരോപിക്കുന്നത്. അവിടുത്തെ ഉത്തർപ്രദേശിലെ ജൻഹിദ് ലോ കോളേജിലാണ്, അവിടെ NEP 100% നടപ്പാക്കിയ കോളേജിലാണ് ഈ SFIയുടെ ദേശീയ പ്രസിഡന്റ് ആദർശ് M സജി പഠിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ജനം TV പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്ത. 2023 നിയമബിരുദത്തിന് പ്രവേശനം നേടിയ ആദർശ് M സജി ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇതോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ട മറ്റൊരു വാർത്ത. അതേസമയം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് NEP വഴിയുള്ള മികച്ച വിദ്യാഭ്യാസം അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിന്, അത് അവർക്ക് ലഭിക്കുന്നതിന് എല്ലാവിധത്തിലും ഉടക്കിടുകയും ഇടങ്കോലിടുകയും ചെയ്യുന്ന SFI ആണ് അവരുടെ ദേശീയ പ്രസിഡന്റ് NEP 100% നടപ്പാക്കിയ കോളേജിൽ ഇപ്പോൾ പഠിക്കുന്നത് എന്നതാണ് വാർത്ത. മാത്രമല്ല അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഇവർ ഏറ്റവും അധികം എതിർക്കുന്ന ഉത്തർപ്രദേശിലാണ് ഈ SFIയുടെ ദേശീയ പ്രസിഡന്റ് ആദർശ് M സജി പഠിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും ചെയ്യുന്ന ആളുകളെ നാടൻ ഭാഷയിൽ ചില പ്രയോഗങ്ങൾ നടത്താറുണ്ട്. ഇത് ഒരു TV ചാനൽ ആയതുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടുമാണ് അത് പറയാത്തത്. കാരണം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ദേശീയ അടിസ്ഥാനത്തിലുള്ള മികച്ച നിലവാരത്തിലുള്ള പഠനം നിഷേധിച്ചുകൊണ്ട് SFIയുടെ ദേശീയ പ്രസിഡന്റ് ഇതാ പഠിക്കുന്നത് NEP 100% നടപ്പാക്കിയ ഉത്തർപ്രദേശിലെ നിയമം പഠിപ്പിക്കുന്ന കോളേജിലാണ്, ജൻഹിദ് ലോ കോളേജിലാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ആദർശ് M സജി എന്നാണ് പേര്. പേരിൽ മാത്രമേ ആദർശമുള്ളൂ, പ്രവൃത്തിയിൽ ആദർശമില്ല എന്ന് ആദർശ് M സജി തെളിയിക്കുകയാണ്. ഈ ആദർശ് M സജിയോടൊക്കെ പറയാനുള്ളത്, എൻ്റെ പൊന്നാദർശേ, ഈ പണിയൊന്ന് നിർത്തണം. ഈ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കൂടി മികച്ച വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം ഒരുക്കണം. സ്വന്തം നിലയിൽ മാത്രം ഇങ്ങനെ പഠിച്ച് വലിയ ആളായാൽ പോരാ, പാവപ്പെട്ടവരുടെ മക്കൾ കൂടി പഠിക്കട്ടെന്നേ. അല്ലാതെ ഈ ഘട്ടത്തിൽ ആദർശിനോടൊക്കെ എന്ത് പറയാൻ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ആദർശ് M സജിയുടെ വിക്രിയകളിൽ നിന്നും SFIയുടെ പരിപാടികളിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് അവരോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന മറ്റൊരു പ്രസ്ഥാനത്തിന്റെ വാർത്തയിലേക്കാണ്. CJP, കോക്രോച്ച് ജനതാ പാർട്ടി, പാറ്റകളുടെ പാർട്ടി. പറയാം ഉദയം എങ്ങനെയാണ് എന്ന്. ഒരു ദിവസം ജസ്റ്റിസ് സൂര്യകാന്ത്, നമ്മുടെ ചീഫ് ജസ്റ്റിസ്, കോടതിയിൽ വെച്ച് പറയുന്നു, പാറ്റകളോട് യുവാക്കളെ ഉപമിച്ചു എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല. നമ്മുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു വാദം നടക്കവേ അവിടുത്തെ ലോയർമാർ അവർ പലരും ഈ നിയമ ബിരുദമെടുത്തതിന് ശേഷം കൃത്യമായി കോടതിയിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത് അവരുടെ പ്രൊഫഷനിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ആക്ടിവിസവുമായി നടക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണ് യുവാക്കൾ പാറ്റകളെ പോലെയാകുന്നു എന്നുള്ളത്. അത് മുഴുവൻ യുവതിയെ കുറിച്ചുമല്ല അദ്ദേഹം പറഞ്ഞത്, അത് അവരുടെ മേഖലയിലെ അഭിഭാഷകരെ കുറിച്ച്, യുവ അഭിഭാഷകരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ചീഫ് ജസ്റ്റിസ് ഈ യുവാക്കളെ കുറിച്ച്, അഭിഭാഷകരെ കുറിച്ച് പറഞ്ഞതിന് BJPയുടെ മുകളിലേക്കാണ് വന്ന് കയറിയത് ഇവിടുത്തെ ഈ അഭിജിത്ത് ദീപെ പോലെയുള്ള ആളുകൾ. അതെന്തിനാണെന്ന് ഇതുവരെയും ഈ രാജ്യത്തിന് മനസ്സിലായിട്ടില്ല. അതുപോട്ടെ, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇന്നത്തെ സമരം വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹി ജന്തർ മന്ദറിൽ ഇന്ന് അവരുടെ പ്രക്ഷോഭം നടക്കും എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഡൽഹി ജന്തർ മന്ദറിൽ അവർ സമാനമായ രീതിയിൽ ഒരു പ്രക്ഷോഭം, പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും അഭിജിത്ത് ദീപ്കയുടെ 4 3 7 പേരും ആ സോനം വാങ്ചുക്കും മാത്രമാണ് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. നാണം കെട്ടു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല എന്നുള്ളതാണ്. ആ നാണക്കേട് മറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും ഡൽഹിയിലേക്ക് എത്തുകയാണ് ഈ അഭിജിത്ത് ദീപ്കയും സംഘവും, കോക്രോച്ച് ജനതാ പാർട്ടിയും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രാജ്യത്തെ പല നഗരങ്ങളിലും സമാനമായ രീതിയിൽ പരിപാടി ഈ അഭിജിത്ത് ദീപ്കയും സംഘവും നടത്തിയെങ്കിലും അവർക്ക് ആ പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ നിന്നും കാര്യമായി ആളുകളുടെ കയ്യിൽ നിന്നും കിട്ടുകയും ചെയ്തു. അവർക്ക് വലിയ പിന്തുണ കിട്ടിയത് ബംഗളൂരുവിൽ വെച്ചാണ്. അതായത് പ്രകാശ് രാജ് ധർമ്മസ്ഥല ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി 1-ാം പ്രതിക്ക് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത ഈ പ്രകാശ് രാജ് മാത്രമാണ് പങ്കെടുക്കുകയുണ്ടായതും പിന്തുണ അറിയിക്കുകയും ഉണ്ടായതും.
അവരിതാ വീണ്ടും ഡൽഹിയിൽ എത്തുകയാണ്. ഡൽഹി പോലീസ് പതിവ് പോലെ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് പരിപാടി വേണമെങ്കിലും നടത്തിക്കോ, നിയമത്തിനുള്ളിൽ നിന്ന് പരിപാടി നടത്തണം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്ന് ഈ നേരത്തെ ഒരു സമരം നടത്തിയതിന്റെ നാണക്കേട്, ക്ഷീണം തീർക്കാൻ ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അവിടെ എത്തുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം. നാളെ നീറ്റ് പരീക്ഷ നടക്കുന്നതിനിടയിലാണ് ജനങ്ങളെ, വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സമരവുമായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന വിഘടനവാദ സംവിധാനം വരുന്നത്. ഒന്ന് ആലോചിക്കേണ്ടത്, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കേരളത്തിലെ നേതാവ് അബ്ദുൽ നാസർ മദനിയുടെ ബന്ധുവാണ് എന്ന് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞു. ഇതിന്റെ ദേശീയ വക്താവ് സൗരവ് ദാസിന്റെ ഏറ്റവും വലിയ സുഹൃത്തും, ആ സൗരവ് ദാസിന്റെ കൺകണ്ട സുഹൃത്തും, ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ ഷർജീൽ ഇമാമിനെ പോലെയും അതോടൊപ്പം ഉമർ ഖാലിദിനെ പോലെയുമുള്ള ആളുകളാണ് എന്നത് കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇവരുടെ തനി നിറം, തനി സ്വഭാവം എന്താണെന്ന് വ്യക്തമാവുന്നുമുണ്ട്. സമരം എന്തായാലും നടക്കട്ടെ, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്ക് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ പോവുകയാണ്. അതായത് നേരത്തെ നമ്മൾ തീരുമാനിച്ചതാണ്, അജിത് ഭാസ്കർ എന്ന നമ്മുടെ ഒരു പ്രേക്ഷകൻ, അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമായിരുന്നു നമ്മുടെ വികസന പദ്ധതികൾ, കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന, പ്രധാനമന്ത്രി നടപ്പാക്കുന്ന വികസന പദ്ധതികൾ എല്ലാ ദിവസവും നമ്മുടെ ഈ ഒരു ബുള്ളറ്റിനിൽ, ഈ ഒരു സെഗ്മെന്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അത് അക്ഷരം പ്രതി പാലിക്കുകയാണ് ജനം TV. ഇതാ അത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്നും അത്തരമൊരു വാർത്തയുണ്ട്. അതായത് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അഭിമാന പദ്ധതിയായ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ അത് ഏതാണ്ട് പൂർണ്ണതയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമുള്ള 5 കിലോമീറ്റർ നീളമുള്ള തുരങ്കം ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും എന്നുള്ളതും ഇതോടൊപ്പം എടുത്തു വായിക്കേണ്ടതാണ്. 95,000 കോടി രൂപ ചെലവിൽ 1386 കിലോമീറ്റർ നീളത്തിലാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ നിർവഹിക്കുന്നത്. അതിന്റെ ആ തുരങ്കത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കാൻ പോവുകയാണ്. ആ ഒരു വാർത്തയിലേക്ക് വളരെ വേഗം പോയി നമുക്ക് തിരിച്ചു വരാം. ഹരിയാന ഗുരുഗ്രാമിലെ സോന്നയ്ക്ക് സമീപം ആരംഭിച്ച് 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന തരത്തിലാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ മുംബൈയിലുള്ള ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് വരെയാണ് പാതയുടെ നീളം. ഇതിന്റെ പ്രധാന ഭാഗമാണ് രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമുള്ള 5 കിലോമീറ്റർ നീളമുള്ള തുരങ്കം. പരിസ്ഥിതി ലോലമായ മുകുന്ദര ഹിൽസ് ടൈഗർ റിസർവിന് താഴെയായി കടന്നുപോകുന്ന രാജ്യത്തെ ആദ്യത്തെ 8 വരി റോഡ് തുരങ്കമാണിത്. കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ പാരിസ്ഥിതിക സെൻസിറ്റീവ് സ്വഭാവം കാരണം തുരങ്കം പൂർത്തിയാക്കാൻ ഏകദേശം 4 വർഷമെടുത്തു. എക്സ്പ്രസ് വേ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ ഡൽഹി മുംബൈ റോഡ് യാത്ര ഏകദേശം 12 മണിക്കൂർ മാത്രമായി ചുരുങ്ങും. നിലവിൽ 24 മണിക്കൂറിൽ കൂടുതൽ സമയം വേണ്ടിവരുന്നുണ്ട്. ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലേക്ക് ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കാനും കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും എക്സ്പ്രസ് വേ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സ്പ്രസ് വേയുടെ ഭാഗമായ ഗുരുഗ്രാം ദൗസ പാത ഇതിനകം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ടുണ്ട്. ദൗസയ്ക്കും ഗുജറാത്തിലെ വഡോദരയ്ക്കും ഇടയിലുള്ള മിക്ക ഭാഗങ്ങളും പൂർത്തീകരണത്തോട് അടുക്കുന്നു. ഗുജറാത്തിലെ ഗോദ്ര വഡോദര ഭാഗം ഈ വർഷം ഏപ്രിലിൽ പരീക്ഷണ ഓട്ടത്തിനായി തുറന്നിരുന്നു. മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് എക്സ്പ്രസ് വേ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ട്രാഫിക് സിഗ്നലുകളോ ഗ്രേഡ് ക്രോസിംഗുകളോ ഇതിലില്ല. ആവശ്യമെങ്കിൽ റോഡിന്റെ 21 മീറ്റർ വീതിയുള്ള മീഡിയൻ ഭാവിയിൽ 8 ലൈനുകളിൽ നിന്ന് 12 ലൈനുകളായി വികസിപ്പിക്കുകയും ചെയ്യാം. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യം അതിവേഗം ബഹുദൂരം മുന്നോട്ട് കുതിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടർന്നുള്ള ദിവസങ്ങളിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളുടെ ഈ ജനം ടിവിയുടെ ഈ സെഗ്മെന്റിൽ, നേഷൻ ഫസ്റ്റ് എന്ന സെഗ്മെന്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നാണ് ആ തുരങ്ക പാതയുടെ ഉദ്ഘാടനം നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വളരെ വേഗം പോവുകയാണ്. RSS രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ദിവസങ്ങളിലായി മല്ലികാർജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക ഖർഗെ കർണാടകയിൽ ആകപ്പാട് വിഷയമുണ്ടാക്കുകയാണ്. അദ്ദേഹത്തിന് RSS ഉടനടി രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക്, ഒരു എക്സ്പ്ലെയിനറിലേക്ക് വളരെ വേഗം നമ്മൾ പോവുകയാണ്.
RSS രജിസ്റ്റർ ചെയ്യണമെന്ന പ്രിയങ്ക ഖർഗെയുടെ പ്രഖ്യാപനത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി തന്നെ ഇപ്പോഴും നിലവിലുണ്ട്. രാജ്യത്ത് എല്ലാ സംഘടനകളും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് പ്രിയങ്ക ഖർഗെയുടെ നടപടിയിലൂടെ ഇപ്പോൾ ഉയരുന്നത്. ഇക്കാര്യത്തിൽ നിയമവൃത്തങ്ങളും ഭരണഘടനാ വിദഗ്ധരും എന്താണ് പറയുന്നത് എന്ന് വളരെ വേഗം നമുക്ക് പരിശോധിക്കാം. RSS രജിസ്റ്റർ ചെയ്യണമോ? രാജ്യത്തെ എല്ലാ സംഘടനകളും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ? പ്രിയങ്ക ഖർഗെക്ക് എന്തെങ്കിലും അധികാരം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? വേഗം പരിശോധിച്ച് തിരിച്ചു വരാം ആ വാർത്തയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക സംഘടനയായ RSS രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് മല്ലികാർജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക ഖർഗെ ഉയർത്തിയത്. സംഘടനയുടെ ധനസമാഹരണം, നികുതി സംബന്ധമായ കാര്യങ്ങൾ, ഓഡിറ്റ് തുടങ്ങിയവയെക്കുറിച്ചും പ്രിയങ്ക ഖർഗെ ചോദ്യശരങ്ങൾ എയ്തു. എന്നാൽ രജിസ്ട്രേഷൻ നിർബന്ധമല്ലെന്നും RSSന് വ്യക്തികളുടേതായ ഒരു കൂട്ടായ്മ എന്ന നിയമസ്ഥിതിയാണ് ഉള്ളതെന്നും സർസംഘചാലക് മോഹൻ ഭാഗവത് മറുപടി നൽകിയെങ്കിലും പ്രിയങ്ക ഖർഗെ വ്യാഖ്യാനങ്ങൾ തുടർന്നു. ശരിക്കും ഇന്ത്യയിലെ എല്ലാ സംഘടനകളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് അന്തരീക്ഷത്തിലുള്ള ചോദ്യം. പ്രിയങ്ക ഖർഗെയുടെ അധര വ്യായാമത്തിനപ്പുറം അങ്ങനെയൊരു നിയമം ഇന്ത്യയിലില്ല എന്നതാണ് വ്യക്തമായ ഉത്തരം. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, ട്രസ്റ്റ് നിയമങ്ങൾ, കമ്പനി നിയമം, ട്രേഡ് യൂണിയൻ നിയമം എന്നിവയുടെ കീഴിൽ സംഘടനകൾക്ക് രജിസ്റ്റർ ചെയ്യാം. എന്നാൽ പ്രത്യേക അവകാശങ്ങളോ നിയമപരമായ സൗകര്യങ്ങളോ ആവശ്യമായില്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമല്ല. 1970-കളിൽ ബോംബെയിലും പാറ്റ്നയിലും RSSന് ലഭിച്ച ഗുരുദക്ഷിണ സംഭാവനകളെ നികുതി വിധേയമാക്കണമോ എന്ന വിഷയത്തിൽ തർക്കമുണ്ടായി. പിന്നീട് അപ്പീൽ ട്രിബ്യൂണലുകളും 1994-ൽ പാറ്റ്ന ഹൈക്കോടതിയും ഈ സംഭാവനകൾ നികുതിയിൽ നിന്നും ഒഴിവാക്കാം എന്ന് വിധിച്ചു. ആ വിധികളിൽ RSSനെ വ്യക്തികളുടെ കൂട്ടായ്മ എന്നാണ് വിശേഷിപ്പിച്ചത്. ഡോക്ടർ ഹെഡ്ഗേവാർ സ്ഥാപിച്ച RSS ഒരു അംഗത്വ അടിസ്ഥാനത്തിലുള്ള സംഘടനയായിരുന്നില്ല. സ്വഭാവ രൂപീകരണവും സാമൂഹിക സേവനവുമായിരുന്നു പ്രധാന ലക്ഷ്യം. ഔപചാരിക അംഗത്വമോ ഫീസോ ഇല്ലായിരുന്നു. ഇന്നും ഔദ്യോഗിക അംഗത്വ പട്ടികയില്ല. ഒരാൾ സ്ഥിരമായി ശാഖാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് സ്വയം സേവകനായി കണക്കാക്കുന്നത്. ഈ സ്വഭാവം കൊണ്ടാണ് സംഘടനയെ പരമ്പരാഗത സ്ഥാപനങ്ങളുടെ മാനദണ്ഡത്തിൽ വിലയിരുത്താത്തതും. അതേസമയം RSS സ്വയം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും അതിന്റെ ഭൂരിഭാഗം അനുബന്ധ സംഘടനകളും രജിസ്റ്റർ ചെയ്തവയാണ്. അവ നികുതി അടയ്ക്കുകയും ഓഡിറ്റിന് വിധേയമാവുകയും വാർഷിക റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ധനസമാഹരണം, സ്വത്ത്, ഉടമസ്ഥാവകാശം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി പ്രത്യേക ട്രസ്റ്റുകൾ വേറെ രൂപീകരിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് ഡൽഹിയിലെ RSS ആസ്ഥാനം ഒരു ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലാണ്. അതുവഴിയാണ് അതിന്റെ നടത്തിപ്പും. ചുരുക്കി പറഞ്ഞാൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഇല്ലാത്ത നിയമം നടപ്പാക്കുമെന്നാണ് കുട്ടി ഖർഗെ അവകാശവാദം ഉന്നയിക്കുന്നത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആ വാർത്ത കണ്ടു കാണും. RSS രജിസ്റ്റർ ചെയ്യണമോ? ഇനി രജിസ്റ്റർ ചെയ്യാതെ ഒരു സംഘടനയ്ക്കും ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിക്കില്ലേ? അതിനുമപ്പുറം പ്രിയങ്ക ഖർഗെക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? നിലവിൽ എന്തെങ്കിലും നിയമം പ്രിയങ്ക ഖർഗെക്ക് ആ അധികാരം നൽകുന്നുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രിയങ്ക ഖർഗെ സ്വന്തം പണിയെടുക്കാൻ ഉപദേശിക്കാൻ തൽക്കാലം ഞാൻ ആരുമല്ല, എങ്കിലും ഇവിടുത്തെ ഒരു പൗരൻ എന്ന നിലയിൽ പറയുകയാണ്, ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് നടിക്കരുത്, അവസാനം മൂടിടിച്ച് വീഴേണ്ടി വരും. ഝാർഖണ്ഡിലെ RSS ഓഫീസിൽ RSSന്റെ കാര്യാലയത്തിന് നേർക്ക് കഴിഞ്ഞ ദിവസം ബോംബേറ് ഉണ്ടായത് പ്രിയപ്പെട്ട പ്രേക്ഷകർ വാർത്തയിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും. അതിലെ പ്രതികളായ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പോലീസ്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, RSS കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലയാണ് എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനുള്ളത്.
ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പ്രതികൾക്ക് തെഹ്രീക്കെ താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ദുബായ് യാത്രയ്ക്കിടെ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായ ഈ 3 പ്രതികളും എൻക്രിപ്റ്റഡ് ആപ്പുകൾ വഴിയാണ് പാകിസ്ഥാനിലെ തങ്ങളുടെ ഹാൻഡ്ലർമാരുമായി സംസാരിച്ചിരുന്നത് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി ഇവർ ഭീകരർക്ക് കൈമാറി എന്നും ഇപ്പോൾ നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. അതായത് ആസൂത്രിതമായി നടന്ന ആക്രമണം, അത് ISIയുടെ പാക് ചാരസംഘടനയുടെ സഹായത്തോടെ നടന്ന ആക്രമണം, അതിനെ തെരഞ്ഞെടുത്തത് ഇവിടുത്തെ മുസ്ലിം യുവാക്കളെ, അവർക്ക് അതിനുവേണ്ട പരിശീലനമടക്കം നൽകിയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വരികയാണ്. ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. അവിടെ ഭരിക്കുന്നത് ഇന്ത്യ സഖ്യമാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ഹേമന്ത് സോറനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന മന്ത്രിസഭയാണ് അവിടെ നിലവിലുള്ളത്. അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക്, വിവിധ സംഘടനകളുടെ ഓഫീസുകളുടെ ഒക്കെ തന്നെ സുരക്ഷ സംബന്ധിച്ച ചോദ്യം ഉയരുകയാണ്. RSSന് നേർക്ക് ISI കേന്ദ്രീകൃതമായ ആക്രമണം നടക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ ആശങ്കയുണർത്തുന്ന കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്. അത് ശിവസേനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, കുറച്ചധികം ദിവസങ്ങളായി ശിവസേനയ്ക്ക് നല്ല കാലമല്ല. അതിന്റെ അടിസ്ഥാന ഐഡിയോളജിയായ ഹിന്ദുത്വത്തിൽ നിന്നും മാറി ബാലാസാഹേബ് താക്കറെയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ പാർട്ടി എന്ന് കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചോ അന്ന് തുടങ്ങിയതാണ് അതിന്റെ പതനം. ഇപ്പോൾ 6 MPമാർ അവരിൽ നിന്നും പോയതിന് പിന്നാലെ വൈകാരിക തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ എന്ന് പറയുന്ന ശിവസേനയുടെ ഇപ്പോഴത്തെ നേതാവ്, അവശിഷ്ട ശിവസേനയുടെ നേതാവ്. ആ പാർട്ടിയിൽ അദ്ദേഹം കഴിഞ്ഞാൽ മകനാണ് അധികാര കേന്ദ്രം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധിയെ പോലെ നെപ്പോ കിഡാണ് ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ആദിത്യ താക്കറെ. അപ്പോൾ ഒരു വൈകാരിക തന്ത്രമിറക്കി തന്നെ വിട്ടു പോകാൻ ശ്രമിക്കുന്ന ആളുകളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ. അതായത് കഴിഞ്ഞ ദിവസം ശിവസേന രൂപീകരണ ദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, ചുമതലയിൽ ഇരിക്കാൻ തനിക്ക് കഴിവില്ലെന്ന് പാർട്ടി പ്രവർത്തകർക്ക് തോന്നുന്നുവെങ്കിൽ താൻ നേതൃസ്ഥാനമൊഴിയാൻ തയ്യാറാണ് എന്നാണ് ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതൊരു പ്രവർത്തകന് വേണമെങ്കിലും ചുമതല ഏറ്റെടുക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അത് ഉദ്ധവ് താക്കറെയുടെ മഹാരാഷ്ട്രീയൻ മറാഠ നമ്പറാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമുണ്ടാകില്ല. ഒരാൾ പോലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കില്ല എന്ന് ഈ താക്കറയ്ക്ക് നന്നായി അറിയാം. കാരണം മകൻ താക്കറയെ ആ പദവിയിലേക്ക് കയറ്റി ഇരുത്തിയിട്ട് വേണം കണ്ണടയ്ക്കാൻ എന്ന രീതിയിലാണ് ഈ ഉദ്ധവ് താക്കറെ നിൽക്കുന്നതും. അതിനാൽ ആ വാക്ക് കേട്ട് സ്ഥാനം മോഹിച്ച് ആരും ശിവസേനയിലേക്ക് ചെല്ലേണ്ടതില്ല. അപ്പോൾ മറ്റൊരു കാര്യത്തിൽ കൂടി ഒരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട് ഈ ഉദ്ധവ് താക്കറെ. അതായത് ഉദ്ധവ് താക്കറെ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസുമായി ശിവസേന മെർജ് ചെയ്യും, ലയിക്കും എന്ന രീതിയിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. അത് തെറ്റാണ് എന്നാണ് ഈ ഉദ്ധവ് താക്കറെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ പാർട്ടിയിൽ നിന്നും നേതാക്കളും അണികളും ഒക്കെ വിട്ടുപോകാൻ കാരണം അത് ഈ ഉദ്ധവ് താക്കറെയുടെ പ്രവർത്തന രീതി തന്നെയാണ്. ഒരു MPമാരെയോ MLAമാരെയോ മാധോശ്രീയിൽ കാണാൻ ഈ ഉദ്ധവ് താക്കറെ കൂട്ടാക്കാറില്ല. താനെന്തോ വരേണ്യവർഗമാണെന്ന് കരുതിയുള്ള ഇരിപ്പാണ് അദ്ദേഹത്തിൻ്റെത്. ജനങ്ങളുമായി ബന്ധമില്ലാത്ത, പാർട്ടി പ്രവർത്തകരുമായി ബന്ധമില്ലാത്ത, അതിലെ ജനപ്രതിനിധികളുമായി ബന്ധമില്ലാത്ത ഒരു നേതാവിന് ഇങ്ങനെ പരിതപിക്കാൻ മാത്രമേ വഴിയുണ്ടാകൂ എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ ഉള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്ക് കൂടി പോകുന്നു. അതായത് മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് പിന്നാലെ NCP ശരത് പവാർ വിഭാഗത്തിലും ഇതാ സ്പ്ലിറ്റ്, വിഭജനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്ത, പിളർപ്പുണ്ടാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശിവസേന ശരത് പവാർ വിഭാഗത്തിലെ 8 MPമാരിൽ 5 പേർ ഇതാ BJP പക്ഷത്തേക്ക് NDAയിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത വരുന്നു. സുനേത്ര പവാർ അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യയാണ്. അവർ നേതൃത്വം നൽകുന്ന NCP അജിത് പവാർ വിഭാഗത്തിലേക്ക് ഇതാ 5 MPമാർ നീങ്ങാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു. ഇക്കഴിഞ്ഞ ജൂൺ 18-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഈ സുനേത്ര പവാറും പാർത്ഥ പവാറും വന്ന് കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. മൺസൂൺ സെഷൻ തുടങ്ങുന്നുണ്ട്. NCPയിലെ MPമാർ കൂടി ഈ NDA പക്ഷത്തേക്ക് വരുമ്പോൾ ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം NDAക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കൂടിക്കൂടി വരികയാണ് എന്നതാണ് വാർത്ത. മഹാരാഷ്ട്രയിൽ ഇതാ ഈ ശിവസേനയ്ക്ക് പിന്നാലെ
ശരത് പവാർ വിഭാഗത്തിൽ സ്പ്ലിറ്റ്. 8 പേരിൽ 5 എംപിമാർ, ലോക്സഭാ എംപിമാർ BJP-യിലേക്ക് വരാൻ പോകുന്നു എന്നതാണ് വാർത്ത. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 27 ആയിരിക്കുന്നു. നമ്മുടെ ഈ നേഷൻ ഫസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് കടക്കുകയാണ്. ഒരു ചെറിയ വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. തൃണമൂൽ കോൺഗ്രസിന്, മമതാ ബാനർജിയുടെ പാർട്ടിക്ക് കഷ്ടകാലം വിടാതെ പിന്തുടരുകയാണ്. അതായത് ഒന്നാമതേ ഗർഭിണി, അങ്ങനെ ഒരു ചൊല്ലുണ്ട് എന്ന് തോന്നുന്നു. ഒന്നാമതേ ഗർഭിണി, ഒന്നാമതേ ദുർബലം പോരാതെ ഗർഭിണി, അങ്ങനെ ഒരു ചൊല്ല് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ആ പാർട്ടി തോറ്റ് തുന്നം പാടി ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ലാതെ നിൽക്കുമ്പോൾ അവരുടെ എംപിമാർ അവരെ വിട്ടു പോകുന്നു. 20 പേർ. അവരുടെ MLA-മാർ അവരെ വിട്ടുപോയി വേറൊരു ബ്ലോക്കായി മാറുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പൊളിഞ്ഞടുങ്ങി നിൽക്കുമ്പോഴാണ് തൃണമൂലിൽ നിന്നും രാജി തുടർക്കഥയാകുന്നത് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. മമതാ ബാനർജിയുടെ അടുത്ത അനുയായികളായ ജ്യോതിപ്രിയ മല്യക്കും ഗൗതം ദേവും രാജിവെച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. TMC രൂപീകരിക്കപ്പെട്ട 1998 മുതൽ മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തരായ അനുയായികളിൽ ഒരാളാണ് ഈ ജ്യോതിപ്രിയ മല്ലിക്. ഒരാഴ്ച മുമ്പ് മാത്രമാണ് മമതാ ബാനർജി ഇദ്ദേഹത്തെ പാർട്ടിയുടെ ഉന്നതതല ദേശീയ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തുകയും നോർത്ത് 24 പർഗനാസ് ജില്ലയുടെ സംഘടനാ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ല. പക്ഷേ തടി കേടാകാതിരിക്കാനാണ് അദ്ദേഹം ആ പാർട്ടി വിടുന്നത് എന്ന് വിവരങ്ങൾ ബംഗാളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. മുതിർന്ന നേതാവായ ഗൗതം ദേവ് സിലിഗുരി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയർ സ്ഥാനവും രാജിവെച്ചു എന്നും ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ മോശം സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഈ തൃണമൂൽ കോൺഗ്രസ്. ഏത് ഘട്ടത്തിൽ, ഏത് നിമിഷത്തിൽ വേണമെങ്കിലും കൂടുതൽ നേതാക്കൾ ആ പാർട്ടി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വാർത്തകളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു സമരം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിൽ ഏത് തരത്തിലാണ്, വിഘടനവാദ സ്വഭാവമുള്ളതാണോ, രാജ്യത്തിനെതിരാണോ എന്നതടക്കമുള്ള വാർത്തകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ജനം TV-യിൽ തന്നെ തുടരുക. ആ മാർച്ച്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ജനം TV-യിൽ തന്നെ കാണുക. മറ്റ് മാധ്യമങ്ങളെ പോലെ അവരെ വെള്ളപൂശാനോ ആ രാജ്യവിരുദ്ധർക്ക് ഓശാന പാടാനോ ജനം TV-യുടെ റിപ്പോർട്ടർമാർ അവിടെ ഉണ്ടാകില്ല. പകരം അവരെ തുറന്നു കാണിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേഷൻ ഫസ്റ്റ്, അതാണ് ജനം TV-യുടെ ആപ്തവാക്യം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഇതേ സമയം 8 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വൈകിട്ട് 6:30 ഉണ്ടായിരുന്ന നമ്മുടെ നേഷൻ പ്ലസ് എന്ന പരിപാടി, ഒരു ദിവസം സംഭവിച്ച മുഴുവൻ ദേശീയ വാർത്തകളും പാക്കേജ് രൂപത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പരിപാടി ഇന്നു മുതൽ എല്ലാവർക്കും കാണാൻ പാകത്തിന് 9:30 ആക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും അത് ഡൽഹിയിൽ നിന്നാണ് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ പരിപാടിക്ക് കൂടി നേഷൻ ഫസ്റ്റിന് തരുന്ന പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പോൾ രാത്രി 9:30 ഡൽഹിയിൽ നിന്നും വീണ്ടും കാണാം. അതുവരേക്കും വിട പറയുന്നു.